എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വർഷഫലം, അതായത് ജാനുവരി 2026 മുതൽ ഡിസംബർ 2026 വരെയുള്ള വർഷഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Cups, Lovers Energy, Hanged Man, Four of Wands, Ten of Cups and Ace of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വർഷം ഒത്തിരി സാധ്യതകളുള്ള ഒരു വർഷമാണ്. ആദ്യം തന്നെ 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അവസരങ്ങൾ ഒത്തിരി ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ അവസരങ്ങൾ ഒത്തിരി വരുന്നു എന്ന് പറയുമ്പോൾ പല മേഖലകളിലും സാഹചര്യങ്ങളിൽ നിന്നുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് കൂടിയാണ്. പലപ്പോഴായിട്ട് ഒത്തിരി അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടാകുമ്പോൾ ചോയ്സ് എളുപ്പമായിരിക്കില്ല. കാരണം നമുക്കൊരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു, ഇപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു, ജോലി കിട്ടിയാൽ നമ്മൾ അതിലേക്ക് കയറുന്നു എന്നുള്ളത്. പക്ഷേ ഒന്നിൽ കൂടുതലാകുമ്പോൾ അതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കിയിട്ടാണ് എല്ലാവരും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഏത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈഡിങ് ഏതാണ് എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാഹചര്യം ആയേക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ഒന്ന് സ്വസ്ഥവും സമാധാനമായിട്ട് ഇരുന്ന് സ്വസ്ഥതയോട് കൂടിയിട്ട് ആലോചിക്കുക എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ പല സാഹചര്യങ്ങളിലും വരുമ്പോൾ അഭിപ്രായങ്ങൾ ചോദിക്കും. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം അവരവർക്ക് ചേരുന്നത് എന്താണോ, അവർക്ക് താല്പര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് പറയാം. സാമ്പത്തികമായിട്ട് നേട്ടം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാമ്പത്തികം ലഭിക്കുന്ന, നല്ല സാലറി, കൂടുതൽ സാലറി ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അതോറിറ്റി പൊസിഷനുള്ള ഒരു ജോലിയായിരിക്കും താല്പര്യമെങ്കിൽ ആ ഒരു വ്യക്തി അതായിരിക്കും ചൂസ് ചെയ്യാൻ പറയാം. അതല്ല ഒരു പാഷൻ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേറെ പല കാര്യങ്ങളുമാണ് എങ്കിൽ അത് ചൂസ് ചെയ്യാനായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൂടുതൽ പ്രാധാന്യം നൽകരുത് എന്നുള്ളതല്ല, നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഇതിൽ താല്പര്യമുണ്ടോ, അതാണോ നിങ്ങളുടെ പാഷൻ. അതായത് ജോലിയിൽ സാമ്പത്തികം നോക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യമാണോ നമ്മൾ ജോലിയായിട്ട് ചെയ്യുന്നത്, നമുക്കൊരിക്കലും അതിൽ മടുപ്പ് വരില്ല. കാരണം നമ്മളത് താല്പര്യത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയം സോർട്ട് ഔട്ട് എടുത്ത് നോക്കുക ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. ഇതിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കണം എന്നില്ല. ചോയ്സസ് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരാം. നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അവസരം വരുന്നുണ്ട്. അപ്പോൾ സാഹചര്യത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട് മാറുന്നത്, പുതിയ വീട് വയ്ക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നോ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. പല കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വർഷമാണ്. അപ്പോൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക പൂർണ്ണമായിട്ടും. പലപ്പോഴും പലരുടെ ആഗ്രഹങ്ങൾ ബയാസ്ഡ് ആയിരിക്കും. അതായത് ഒരു സമൂഹം എന്താണ് ചിന്തിക്കുക, സമൂഹത്തെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് കൂടുതൽ കാശ്, വലിയ വീട്, കാറ്, ആ ഒരു എനർജി ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ആഗ്രഹം അതിൽ മുങ്ങിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു വർഷം പൊതുവേ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നതാണ്. വിവാഹം കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്, പ്രണയം സാധ്യമാകുന്നുണ്ട്. പ്രണയത്തിലേക്ക് കടക്കുന്ന സിംഗിൾസ് ആയിട്ടുള്ളവർ കമ്മിറ്റഡോ മാരീഡോ ആ ഒരു രീതിയിലേക്ക് എത്താം. പ്രണയിച്ച് വിവാഹം തന്നെ കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രണയത്തിൽ തീരെ സാധ്യതകൾ ഇല്ലാതിരിക്കുന്നു എന്നുള്ളൂ, അല്ലെങ്കിൽ സ്വയം എന്നെക്കൊണ്ടത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രണയവും അല്ലെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിവാഹം, അധികം പ്രണയിച്ച് നടക്കുന്ന ഒരു രീതി അല്ലെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഒരു റൊമാൻറ്റിക് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ പ്രണയത്തിലായിട്ട് ഉള്ളവരാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് എങ്ങനെയാണ് ജീവിതകാലം മുഴുവനത്തേക്കും ഉണ്ടാവും, അതോ മാരേജിലേക്ക് എത്തുമോ എന്നൊക്കെ സംശയമുള്ളവർക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയാം. പൂർണ്ണമായിട്ടും വിവാഹ സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്, പ്രണയത്തിലായിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് പോകുന്നതും മറ്റും. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങൾക്കുള്ള ഒരു ചാൻസും ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ കണ്ട് ഹായ് ഹലോ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട്
ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒരു സ്റ്റക്ക് ഫീലിംഗ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റക്ക് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഇത് ഒരു നെഗറ്റീവായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം പലരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താ, ഒന്നും നടക്കുന്നില്ല, കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വഴി ആയിരിക്കില്ല പോകേണ്ടത്, അല്ലെങ്കിൽ ആ വഴി പോയാൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തില്ലായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റക്ക് ആകുമ്പോൾ നിങ്ങൾ ആ ഒരു സമയം ഉപയോഗപ്പെടുത്തേണ്ടത് ചെക്ക് ചെയ്യുക. അതായത് ശരിക്കും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുമോ, അവിടെ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്, ആ മാറ്റങ്ങൾ വരുത്തിയാൽ ചിലപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ടാവാം. അതോ ആ വഴി പൂർണ്ണമായിട്ടും അത് അവിടെ അവസാനിപ്പിച്ച് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കാര്യങ്ങളൊന്നും റെഡി ആവുന്നുണ്ടാവില്ല. അപ്പം എന്താണ് പ്രശ്നം, എവിടെയാണ്, അതായത് പലരെയും സംബന്ധിച്ച് പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യും, കാര്യം എന്താണെന്ന് അന്വേഷിക്കില്ല. എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ പാസ്സാവാതിരിക്കുക മറ്റോ ചെയ്യുകയാണെങ്കിൽ ഉടനെ അതൊരു വലിയ തടസ്സമായിട്ട് ചാലഞ്ചസ് ആയിട്ട് മാറ്റും. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇനി അത് റെഡി ആവുക, അതിൽ എന്താണ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പ്ലാൻ മാറ്റണോ, ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് തരാണ് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷത്തെ അതിൽ ഇതിനു മുമ്പുള്ള വർഷത്തെ നിങ്ങളുടെ തെറ്റായ തീരുമാനങ്ങളെ ശരിയാക്കി മാറ്റാനുള്ള അവസരവും തരുന്ന സമയമാണ്. അപ്പോൾ അത് ഏത് കാര്യത്തിലാണ് എന്നുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിൽ പൊരുത്തിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. വെർ യു ട്രൂലി വാണ്ട് ടു ചേഞ്ച്, അതായത് എവിടെയാണ് ആ ഒരു മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് ആണോ, അത് പൂർണ്ണമായിട്ടും ആ ഒരു മാറ്റം റൂട്ട് മാറി സഞ്ചരിക്കണോ, ഇതൊക്കെ അവലോകനം ചെയ്യാനുള്ള ഒരു അവസരം തരാണ്. അപ്പോൾ അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ നല്ല രീതിയിലൊരു ഹാപ്പി സിറ്റുവേഷനിലേക്ക് പോകാം. ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന വർഷമാണ്. ഇത് കൂടുതലായിട്ടും വിദേശത്തുള്ളവരെ സംബന്ധിച്ചാണ് കാണിക്കുന്നത്. വിദേശത്തൊക്കെ ഉള്ളവർ, വിദേശ സെറ്റിലായിട്ടുള്ളവർ, ഇമിഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആണ്. പിന്നെ അതായത് വീട്, നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെയ്യാനുള്ള അവസരം കാണിക്കുന്നുണ്ട്. നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലും സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അത് അവിടെ വീട് വയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് സ്ഥലമായിട്ട് മൊത്തത്തിൽ വാങ്ങിക്കണം, അതായത് സ്ഥലമൊന്നും ഇല്ല വീട് വയ്ക്കാൻ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പൊതുവേ നിങ്ങൾ ചിലപ്പോൾ സ്ഥലം വാങ്ങിക്കുന്ന സാഹചര്യം ആയിരിക്കാം. വീടിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട്, പക്ഷെ അത് വിചാരിച്ച സമയത്തിനുള്ളിൽ നടക്കുന്നുണ്ടാവില്ല, കുറച്ച് സമയം എടുക്കും എന്നുള്ളത് ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾ വീടായിട്ട് അല്ലെങ്കിൽ സ്ഥലമായിട്ട് പുതിയതായിട്ട് വാങ്ങിക്കുന്നു എങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാം, അതായത് അതിൽ ഡിലേ ഉണ്ടാവാം എന്നുള്ളതാണ്. പിന്നെ എല്ലാം തീർത്ത് ഒരു സമയമെടുത്ത് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 10 of Cups എനർജിയാണ്. കുടുംബത്തോടൊപ്പം നന്നായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ ഒരു വർഷം കൂടുതലായിട്ട് ഫാമിലിയായിട്ട് ടൂറ് പോവുക, യാത്രകളൊക്കെ പോവുക, വിദേശ യാത്ര പോകാനുള്ള അവസരമുണ്ട്. പാരൻസായിട്ട്, അതായത് നിങ്ങൾ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുടെ അടുത്തല്ല താമസിക്കുന്നതെങ്കിൽ കൂടുതൽ അവരോട് അടുക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ വരുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ അവരോടൊന്നും കൂടി അവരോടൊപ്പം യാത്രകൾ പോകാൻ ഇതിനൊക്കെയുള്ളൊരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. പാരൻസ് ആദ്യമായിട്ട് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അവസരവും ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു വർഷമാണ്. ഫാമിലിയായിട്ട് ഒത്തിരി സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം കാണിക്കുന്നുണ്ട്. Ace of Cups എനർജിയാണ്. പുതിയ പല കാര്യങ്ങളും തുടങ്ങി വെക്കാൻ പറ്റുന്ന സമയമാണ്. പുതിയ പല കാര്യങ്ങളും തുടങ്ങി വെക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടാവാം. ഇപ്പോൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പിന്നെ പല കാര്യങ്ങളിലും റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവാം. സംതിങ് നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ അതേപടി നടക്കുന്നു എന്നുള്ളതും ആവാം സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലൊരു ഇമോഷണലി കൂടുതൽ കണക്റ്റഡായി നിൽക്കുന്നു, വളർച്ച ഉണ്ടാവുന്നുണ്ട് പല മേഖലകളിൽ. അപ്പോൾ അത് കരിയറിലാണെങ്കിലും പ്രൊമോഷൻ കാര്യങ്ങൾ ആ രീതിയിൽ, അല്ലെങ്കിൽ പുതിയ ജോലിയാണ് കൂടുതൽ സാധ്യത. പ്രൊമോഷൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പുതിയൊരു ജോലിയിലേക്ക് മാറുന്ന സിറ്റുവേഷനുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ, വീട്ടിൽ കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കുന്നവർ എന്തെങ്കിലും ഹോബിയോ അല്ലെങ്കിൽ സമയം ചിലവഴിക്കാൻ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുന്നു. ഇമോഷണലി അതുകൊണ്ട് വളരെ സന്തുഷ്ടരായിരിക്കും പൊതുവേ എല്ലാവരും ഈ ഒരു വർഷത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.